എജ്യൂപോർട്ട് എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടി തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ മക്കളെ ഇനി തമാശ കളിച്ചിരിക്കാൻ സമയമില്ല. എല്ലാവരും സീരിയസ് ആയിക്കോളൂ കേട്ടോ. പഠിക്കാനുള്ള ടൈം കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ ചാപ്റ്റർ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ 3-4 പേജസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഒരു വലിയ ചാപ്റ്റർ ആണല്ലോ, എന്തൊക്കെയോ അതിനകത്ത് പറയുന്നുണ്ട് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ദേ ഈ വീഡിയോനകത്ത് മിസ് വളരെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾ വലുതാണെന്ന് വിചാരിച്ച ആ ചാപ്റ്റർ ഒന്ന് വളരെ ഷോർട്ട് ആക്കിയിട്ട് കാര്യം പറഞ്ഞുതരാം. ഏതാണ് ചാപ്റ്റർ എന്നല്ലേ? നിങ്ങൾ ദേ ഒരു ലോക കഥ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഗർ പേഡ് ഓർ താരേ കി യാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക കഥ. വെറും കഥയല്ല, ലോക കഥ. ലോക കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടോടി കഥയാണ്, മാറിപ്പോവരുതേ. ഒരു ലോക കഥയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മംഗ്ലേഷ് ടബ്രാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ഒരു എന്തായിരുന്നു ലോക കഥയായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പേജസ് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് വായിക്കാനുണ്ട്, എന്തൊക്കെയോ അതിനകത്ത് പറയുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കും. ഈ ഒരൊറ്റ വീഡിയോയിൽ ജസ്റ്റ് 10 മിനിറ്റിനകത്ത് മിസ് അതെന്താണ് എന്ന് വളരെ സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു തരാം. റെഡി അല്ലേ? നോക്കിക്കോളൂ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ ഈ ചാപ്റ്ററിനകത്ത് നിന്ന്. റെഡി? നോക്കിയോ, എന്തായിരുന്നു ഒരു ലോക കഥ? ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ 4-5 പേജിൽ പറഞ്ഞിരിക്കുന്ന മിസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരൊറ്റ പേജിനകത്ത് ജസ്റ്റ് 10 മിനിറ്റിൽ പറഞ്ഞുതരാൻ പോവാണ്. നോക്കിയോ, യേ പാഠ് ഏക് ഭായി ബഹൻ കി ഭാവനാത്മക് യാത്ര കാ ചോട്ടാ സാ സാരാ ഹേ. എന്താ പറഞ്ഞിരിക്കുന്നേ? ഇതെന്താണ് യഹ് പാഠ്? ഈ പാഠം എന്ന് പറയുന്നത് ഒരു സഹോദരന്റെയും സഹോദരിയുടെയും ഭാവനാത്മക യാത്ര. ഭാവനാത്മക യാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകാരികമായിട്ടുള്ള. ഭാവനാത്മക എന്ന് പറഞ്ഞാൽ വൈകാരികം എന്നാണ്. ഓക്കെ, വൈകാരികമായിട്ടുള്ള ഒരു യാത്രയുടെ ഒരു ഷോർട്ട് ഫോം ആണ്, ഒരു എന്താണ് സമ്മറി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റെഡി? कहानी में बच्चे अपने पुराने घर മാതാ പിതാ ഓർ ദേശ് കോ യാദ് കർത്തേ ഹേ. ആ കഥയിൽ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടികൾ, 2 കുട്ടികൾ അവരുടെ മാതാപിതാക്കളെയും അവരുടെ ദേശത്തിനെയും ഒക്കെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഓർക്കുകയാണ് ചെയ്യുന്നത്, ഓർക്കുകയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഉन्हें अपने घर के पास वाला बड़ा स्नोबर का पेड़, पक्षियों के गीत और बचपन की यादें बहुत യാദ് ആത്തി ഹേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആ കുട്ടികള് വീടിനടുത്തുള്ള അവരുടെ ഒരു പൈൻ മരവും പക്ഷികളുടെ പാട്ടും അവരുടെ ചൈൽഡ്ഹുഡിലെ ബാല്യകാലത്തിലുള്ള കുറെ ഓർമ്മകളൊക്കെ ചാപ്റ്ററിൽ ഓർത്തെടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റെഡി അല്ലേ? ബച്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൈൽഡ്ഹുഡ് ആണ്. ഓക്കെ, ബാല്യകാലം. റെഡി? അടുത്ത നോക്കിയേ. വേ യേ സോച്ച് കർ ദുഃഖി ഹോത്തേ ഹേ. അവര് എന്തോ ഒന്ന് ചിന്തിച്ചിട്ട് വളരെയധികം ദുഃഖിതരാണ്, സാഡ് ആണ് ആ 2 മക്കളും. എന്താണ്? കി എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ. क्या उनका घर अभी भी वैसा ही होगा और क्या उनके മാതാപിതാ ജീവിത് ഹോഗേ. എന്തുകൊണ്ടാണ് അവർ കൂടുതൽ വിഷമിച്ചിട്ടിരിക്കുന്നത്? അവർ എന്തുകൊണ്ടാണ് കൂടുതൽ ദുഃഖിതരായിരിക്കുന്നത്? അവരുടെ മാതാപിതാക്കള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? മാതാപിതാ ജീവിത് ഹോഗേ. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അതിന്റെ കൂടെ തന്നെ എന്താണ്? പഴയതുപോലെ അവരുടെ വീട് അവിടെ തന്നെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് അവര് ഭയങ്കര അധികം ദുഃഖിതരാണ്. ഓർമ്മയുണ്ടല്ലോ മിസ് ഇത് പറയുമ്പം ചാപ്റ്ററിനകത്ത് നിങ്ങൾ വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. റെഡി? അടുത്ത നോക്കിയേ. बाद में भाई बहन साहस जुड़ाकर अपने घर की और यात्रा शुरू करते हैं. അതിനുശേഷം എങ്ങനെയാണ് ആ സ്റ്റോറി പോകുന്നത്? അവര് സഹോദരനും സഹോദരിയും കൂടെ ധൈര്യം സംഭരിച്ചിട്ട് അവരുടെ വീട് വിട്ടിറങ്ങുകയാണ് സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓർക്കുന്നുണ്ടല്ലോ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? സാഹസ് ജുഡാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം സംഭരിച്ച്. ഓക്കെ, ധൈര്യം സംഭരിച്ചിട്ട് അവര് വീട്ടിലേക്ക് ഇറങ്ങുകയാണ്. വീട്ടിലേക്കുള്ള യാത്ര കണ്ടോ, യാത്ര ആരംഭിക്കുകയാണ്. रास्ते में वे पेड़ों പക്ഷിയോं നദി ജംഗിൾ ഓർ പഹാഡോം സേ ഗുസർത്തേ ഹേ. അവർ പോകുന്ന വഴികളിൽ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? മരവും നദികളും കാടും എല്ലാം ഉണ്ട്. അതിനെല്ലാം അവർക്ക് എന്താക്കണമായിരുന്നു? കടന്നു പോകണമായിരുന്നു. ഓക്കെ, കൈ കഠിനായാം ആത്തി ഹേ. എന്തൊക്കെ കഠിനായാം? ബുദ്ധിമുട്ടുകളാണ്. ഭൂഖ് ദഖാൻ ഓർ ടർ ലേക്കിൻ വേ ഹിമ്മത്ത് രഖ്തേ ഹേ ഓർ ഏക് ദൂസരേ കി മദദ് കർത്തേ ഹുയേ ആഗേ ബഡ്തേ. അതായത് അവർ പോകുന്ന വഴിക്ക് അവർക്ക് എന്തൊക്കെ
ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ദേ കാണാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്? വിശപ്പും ക്ഷീണവും. ഓക്കെ, അതെ, വിശപ്പ്, ക്ഷീണം, പേടി എന്നിവ എല്ലാം ഉണ്ടായിരുന്നു. ലേക്കിൻ അവരെന്ത് ചെയ്തു? ഏക് ദൂസരേക്ക് മദദ് കർത്തേ ഹേ, അവർ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്? ധൈര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിട്ടാണ് ആ യാത്ര മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മദദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം. ഓക്കെ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച്. എങ്ങനെ? ഹിമ്മത്ത്, ധൈര്യത്തോടു കൂടി. ഓക്കെ, ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. അങ്ങനെയാണ് അവര് പോയിട്ടുണ്ടായിരുന്നത്. റെഡി? അടുത്തേ നോക്കിയേ. यात्रा के अंत में वे अपने गांव के पास पहुंचते हैं और स्नोबर के पेड़ को पहचानकर समझ जाते हैं कि वे अपने घर के करीब हैं. കഥയുടെ അവസാനത്തിലേക്ക് എങ്ങനെയാണ് അതിന്റെ ക്ലൈമാക്സ് എങ്ങനെയൊക്കെയാ വന്നിരിക്കുന്നത്? യാത്രയുടെ അവസാനം അവര് അവരുടെ ഗ്രാമത്തിൽ എത്തുകയും ആ പൈൻ മരത്തിനെ കാണുകയും വീട് അവരുടേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഈ സ്റ്റോറിന്റെ ലാസ്റ്റിലേക്ക്. റെഡി? उम्मीद, प्रेम, साहस और परिवार से जुड़े रहने के भावना इस कहानी का मुख्य संदेश है. അടുത്തൊരു മുഖ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഒരു സന്ദേശം എന്ന് പറയുന്നത് എന്താണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്? ഉമ്മീദ്, പ്രേം, സാഹസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉമ്മീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യാശ, സ്നേഹം എന്നിവയൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അതായത് ഇവരുടെ സ്നേഹം, പരസ്പര സ്നേഹം, ധൈര്യം, പ്രതീക്ഷ എന്നതിനൊപ്പം എന്തുകൂടെ കാണാൻ പറ്റുന്നുണ്ട്? പരിവാർ സേ ജുഡേ രഹ്നെ കി ഭാവന. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈ കുടുംബത്തിൽപ്പെട്ടവരാണ് അല്ലെ, അവര് ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു ബോധവും ഇതിലൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. റെഡി ആണോ? ഇത്രയേ ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. വളരെ ഷോർട്ട് ആക്കിയിട്ട് മിസ് കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ലോഗ് കഥയാണ്. എന്തേലും ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പം നിങ്ങൾ ഒരിക്കലും കഹാനി അല്ലെങ്കിൽ കഥ എന്ന് എഴുതി വെക്കരുത്. ലോഗ് കഥയാണ്. നന്നാക്കി അത് മനസ്സിലാക്കി വെക്കണേ, മാറിപ്പോവല്ലേ. ഓക്കെ, ഇനിയിപ്പം ഇതേ ഹിന്ദി പെട്ടെന്ന് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അടുത്ത വട്ടം നോക്കുമ്പോഴത്തേക്ക് വേർഡ്സ് ഒക്കെ മറന്നു പോകുന്ന മിസ്സേ എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ട് മിസ് ഇതേ മലയാളവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് മിസ് മലയാളം അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? ഹിന്ദി വായിച്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ആവണം എന്നുള്ളവര് മലയാളവും കൂടെ ഒന്ന് വായിച്ചാൽ മതി. റെഡി അല്ലേ? മിസ് ഇതേ ജസ്റ്റ് ഒരു മലയാളം കൂടെ വായിച്ചു തരാം. പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് എന്താ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട്. ഹിന്ദി പറഞ്ഞിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു സഹോദരന്റെയും സഹോദരിയുടെയും യാത്രയുടെ ഒരു ഷോർട്ട് ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കഥയിലെ കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവരുടെ പഴയ വീടിനെയും മാതാപിതാക്കളെയും രാജ്യത്തെയും ഓർക്കുകയാണ്. അത് ഓർത്തിട്ട് അവരെന്താ ചെയ്യുന്നത്? പണ്ടത്തെ പക്ഷികളുടെ പാട്ടും അതായത് സ്നോബർ മരവും കാര്യങ്ങളൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെന്താ ചെയ്തത്? പഴയ പോലെ ആയിരിക്കുമോ അവരുടെ വീട് എന്ന് ആലോചിക്കുമ്പോൾ ടെൻഷൻ വരുന്നു. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ആ മക്കൾക്ക് ടെൻഷൻ വരികയാണ്. അവരെന്നിട്ട് ഒരു ദിവസം വീട് വിട്ടിറങ്ങുകയാണ് സ്വന്തം നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സാഹസം കാണിക്കാൻ വേണ്ടി ധൈര്യത്തോടു കൂടി അവർ രണ്ടുപേരും ഇറങ്ങുകയാണ്. അങ്ങനെ പോകുമ്പം ഒരുപാട് കാടുകളും പർവ്വതങ്ങളും നദികളും ഒക്കെ അവർ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ക്ഷീണം വരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്തു? അവർ രണ്ടുപേരും പരസ്പരം സഹായിച്ച് പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അറ്റ് ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്? അവരുടെ വീടും ആ പൈൻ മരവും എല്ലാം അവർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണ് ഈ ലോക കഥ എൻഡ് ചെയ്യുന്നത്. റെഡി ആണോ? ഓക്കെ, നന്നായിട്ട് പഠിക്കണം. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചധികം പ്രതീക്ഷിക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവരും നന്നാക്കി പഠിച്ചു തുടങ്ങണം കേട്ടോ. റെഡി? യെസ്.